എച്ചും എട്ടും ഇട്ട് ലൈസൻസ് കിട്ടിയാൽ മാത്രം പോരാ, ഓഫ് റോഡ് റൈഡിങ്ങും ഡ്രൈവിംഗും പഠിക്കണം. തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടി റൂട്ടിലൂടെ കോഴിക്കോടെത്താൻ അല്പം സാഹസികതയും അറിയണം. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഇതിലെ യാത്ര ചെയ്യാം. ഇത് കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ? ഇത് 5 കൊല്ലം നിലനിൽക്കുന്ന അറിഞ്ഞാണ് അവർ കൊടുത്തിട്ടുള്ളത്. 5 കൊല്ലം പോയിട്ട് 2 കൊല്ലം നിലനിന്നിട്ടില്ല. കുറെ കാലങ്ങളായിട്ട് മഴ വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ തന്നെ ഇതിന്റെ അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ട്, ഊരങ്ങ് കേട് വന്നിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈക്കൊന്ന് വീഴാനുള്ള സാധ്യത ഉണ്ട്. നടുവൊടിക്കുന്ന ഈ യാത്രയിൽ അപകടം മിക്കപ്പോഴും ഉറപ്പ്. എത്ര സൂക്ഷിച്ചാലും അപകടം വണ്ടിയും വിളിച്ചാണ് വരുന്നത്. ഇപ്പം നാളെ ഒരു ഫാമിലി ഇവിടെ വീണ്, പിന്നെ ഭാര്യയും ഭർത്താവും കുട്ടിമാടെ ഒരുപാട് ആളുകൾ അതേമാതിരി മോട്ടോർ ബൈക്കിന് പോണവർ രാത്രിയിൽ വെള്ളം തടഞ്ഞു നിൽക്കുമ്പോൾ ഇത് കാണുന്നില്ല, അതിൽ വീഴാണ്. 20 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് കുഴികൾ. ദൂരയാത്രക്കാർക്ക് ഇവിടെ ചതിക്കുഴികളുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് ഈ റൂട്ടിൽ ടാങ്കർ ലോറി മറിഞ്ഞ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും ഭയത്തിലാണ്. ഈ റൂട്ടിൽ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ സൂക്ഷ്മത മാത്രം പോരാ, നല്ല ഭാഗ്യവും കൈമുതലായി വേണം. ഒരു ഭാഗ്യത്തിന് പുറത്താണ് എല്ലാവരും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.